അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, എന്റെ സംശയം, മരണപ്പെട്ടു കഴിഞ്ഞാല് റൂഹിനെ അസ്രായേൽ വേറെ മലക്കുകൾക്ക് കൈമാറി കൊണ്ടുപോകുന്നു പറഞ്ഞു. അപ്പൊ ചിലർ പറഞ്ഞ 40 ദിവസം റൂഹ് വീട്ടിൽ തന്നെ ഉണ്ടാവും, ചുറ്റുപറ്റി ഇവിടെയൊക്കെ ഉണ്ടാവും, നാട്ടിലുണ്ടാവും, ഈ മരണപ്പെട്ട ആളെ വീട്ടിലേക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേക്കാം. ശരിക്കും അതെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ, അതോ വെറുതെ അത് വെറും വാക്കാണോ, എങ്ങനെയാണെന്ന് വിശേഷിച്ചു. അസ്സലാമു അലൈക്കും. 40 ദിവസം അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ഈ രണ്ടും ഹദീസിന്റെ ഭാഗം ഞാൻ പിന്നെ ഹദീസ് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം പറഞ്ഞതാണ്. വിശാലമായ ഹദീസാണത്. ആ ഹദീസ് ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മയ്യിത്തുമായി ഖബർ അടക്കാൻ വേണ്ടിയിട്ട് ബഖയിൽ ചെന്നപ്പോ, മദീനത്ത് ബഖയിൽ ചെന്നപ്പോ ചെന്ന് നോക്കുമ്പോ ഖബർ കുഴിച്ചു തീർന്നിട്ടില്ല. അപ്പൊ മയ്യിത്ത് അവിടെ താഴെ വെച്ചുകൊണ്ട് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബാക്കളെ അഭിമുഖീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രഭാഷണത്തെ സംബന്ധിച്ച് നീണ്ടൊരു ഹദീസാണ്. ആ ഹദീസിന്റെ നമുക്കിപ്പോൾ ആവശ്യമുള്ള ഭാഗം മാത്രമാണ് നേരത്തെ ഞാൻ ഉദ്ധരിച്ച്. അതിൽ കാണാൻ ഇങ്ങനെ കൈമാറി പോയ സ്വാലിഹീങ്ങളാണെങ്കിൽ അവരുടെ റൂഹ് എല്ലീൻ എന്ന് പറയുന്ന ആകാശത്തിന് മുകളിലുള്ള സ്വർഗവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് അതിനെ എല്ലീനിൽ റിക്കാർഡ് ചെയ്യപ്പെടും. റിക്കാർഡ് ചെയ്യപ്പെട്ടാൽ അവിടെ സ്ഥിരവാസമല്ല, സുമ്മയുറദ്ദു റൂഹൂന, അവിടെ റിക്കാർഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ റൂഹിനെ ഈ ലോകത്തേക്ക് തന്നെ മടക്കപ്പെടും. എന്നിട്ട് ഈ മരണപ്പെട്ട വീട്ടിൽ ജനങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് കാണാനും കേൾക്കാനും പറ്റുന്ന രീതിയിൽ ആ റൂഹ് അവിടെയുണ്ടാവും. ഇത് ഇമാം ബുഖാരി വരെ റിവായത്ത് ചെയ്ത വളരെ പ്രസിദ്ധമായ ഹദീസാ. അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആരാണെന്നും അവിടെ വെച്ച് കരയുന്നവരാരാണെന്നും ഇയാളെ പറ്റിയിട്ട് ഗുണം പറയുന്നവരും ദോഷം പറയുന്നവരും എല്ലാം നേരിട്ട് കാണാനാവും. പക്ഷേ ശരീരത്തിൽ പ്രവേശിക്കാൻ മാത്രം കഴിയില്ല. എന്ന് മാത്രമല്ല, മയ്യത്ത് കഫൻ ചെയ്ത് മയ്യത്ത് കെട്ടിലാക്കി കൊണ്ടുപോകുന്ന സമയത്ത് വളരെ വേജാറോടുകൂടി വെപ്രാളപ്പെട്ടുകൊണ്ട്, പാവിയാണെങ്കിൽ യാ വൈലഹ അയിന തദ്ഹബൂന ബിഹാ, അയ്യോ മഹാനാശമേ എങ്ങോട്ടാങ്ങൾ ഇന്നെ കൊണ്ടോണ് എന്നിങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കും. അതേസമയത്ത് നല്ല ആളാണ്, സാലിഹാണ് എങ്കിൽ കദ്ദിമൂനി ഞാൻ വേഗം കൊണ്ടുപോകൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആരൊക്കെയാണ് മയ്യിത്ത് ചുമക്കുന്നത് എന്നും ആരൊക്കെയാണ് അനുഗമിക്കുന്നത് എന്നും കാണാനും അറിയാനും കഴിയുന്ന രീതിയിൽ ഈ റൂഹ് അവിടെയൊക്കെ ഉണ്ടാവും. പിന്നെ ശരീരത്തുമ്മിൽ മാത്രം പ്രവേശനമില്ല. മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞു, ഖബറടക്കി, പാവുകല്ല് വെച്ച് മൂടി മണ്ണിട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ റൂഹിന് ആ ശരീരവുമായി വീണ്ടും ബന്ധം നൽകുന്നു. ആ ബന്ധം എങ്ങനെ? ദുന്യാവിൽ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ബന്ധമല്ല, മറ്റൊരു ലോകമായതുകൊണ്ട് ആ ലോകത്തിലെ പ്രത്യേകതക്ക് അനുയോജ്യമായ രീതിയിൽ ബന്ധം നൽകുന്നു. അപ്പോഴാണ് ആ ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഖബറിൽ മലക്ക് വരികയും, ആ ഭാഗം നമുക്ക് വരാനുള്ളൂ, മലക്ക് വരികയും വിളിച്ച് ഉണർത്തുമ്പോൾ ഉറക്കത്തിൽ നിന്നുണരും പോലെ അദ്ദേഹം എഴുന്നേറ്റിരിക്കുകയും പിന്നെ മലക്കുകൾ ചോദ്യം ചെയ്യുകയും ഉത്തരം പറയാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഈ അവസ്ഥ. അതോടുകൂടി ഈ റൂഹ് ഇല്ലീനിലായ ആ ഇല്ലീനിൽ ബന്ധം ഉണ്ടാവുമ്പോൾ തന്നെ ഈ ഖബറിടവുമായി അയാൾക്ക് ബന്ധമുണ്ടാവുന്നു. അതോടുകൂടി തന്നെ ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. ഇമാം ഇബ്നു കസീർ അത് തന്റെ തഫ്സീറിൽ സൂറത്ത് തൗബയിൽ വഖുൽ അമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ നിങ്ങൾ ചെയ്യുന്ന അമലുകൾ മുഅ്മിനുകളും കാണും എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്ന ഈ ഹദീസിൽ കാണാം, മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മേൽ വെളിവാക്കപ്പെടും. നിങ്ങൾ ചെയ്യുന്നത് ഖൈറാണെന്ന് കണ്ടാൽ അവർ സന്തോഷിക്കുകയും നിങ്ങൾ ചെയ്യുന്നത് ഷർറാണെങ്കിൽ അവർ വളരെയേറെ ദുഃഖിക്കുകയും പടച്ചവനെ തൗബ ചെയ്ത് നന്നായിട്ടല്ലാതെ മരിക്കാൻ ഇടവരുത്തല്ലേ എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്ന് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ
എല്ലാം അറിയും. ഇനി ഇബ്നുൽ ഖയ്യിം തന്റെ റൂഹിൽ പറയുന്നത് കാണാം, വീട്ടിൽ നടക്കുന്ന വളരെ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ വരെ ഈ മരണപ്പെട്ടു പോയ ആളുകൾ അറിയും. അതുകൊണ്ട് അവരിവിടെ വന്നിരിക്കാന്നതിന് അർത്ഥമല്ല, ഇവർക്ക് ആ വിവരം അറിയാനുള്ള ഒരു അവസ്ഥ നമുക്ക് കൊടുക്കും. അതായത് മരണപ്പെട്ട് ശരീരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആത്മാവിന് പ്രത്യേകമായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ അവർക്ക് സഞ്ചരിക്കാനോ പല കാര്യങ്ങളും അറിയാനോ ഒക്കെ ഉള്ള ഒരവസ്ഥ അള്ളാഹു തആല കൊടുക്കുന്നു. ആ അവസ്ഥയിൽ തന്റെ കുടുംബത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും അറിയുകയും നല്ലതിൽ അവർ സന്തോഷിക്കുകയും ചീത്തയിൽ അവർ ദുഃഖിക്കുകയും നമുക്ക് തൗബ സ്വീകരിക്കപ്പെട്ട് നന്നായി മരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് അവർ ദുആ ചെയ്യുകയും ചെയ്യുന്നതൊക്കെ അവസ്ഥയാണ്. ആ കൂട്ടത്തില് വീടുകളിലും അവർക്ക് ബന്ധപ്പെടാൻ കഴിയും, അറിയാൻ കഴിയും. അത് വന്നിട്ടാണോ അല്ലേ എന്നൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ഏത് രീതി സ്വീകരിക്കുന്നു എന്നൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അറിയാനാവും. ആ അറിവിനനുസരിച്ച് അവർ സന്തോഷിക്കുകയും ദുഃഖിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പൊ 40 ദിവസം എന്ന് പരിമിതപ്പെടുത്തേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ എപ്പോഴും എന്നും ആ ഒരു ബന്ധപ്പെടാൻ പറ്റുന്ന അവസ്ഥയിലാണ് മുഅ്മിനുകളുടെ അർവാഹുകൾ ഉള്ളത്. ഓക്കെ, ശുക്രാൻ, ജസാക്കല്ലാഹു ഖൈർ. ഒന്നാമത്തെ ചോദ്യം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകാൻ സാധിച്ചു ഉസ്താദെ. കാരണം അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മനുഷ്യനെ റൂഹിനെ പിടിക്കുമ്പോൾ അവന്റെ കണ്ണിന്റെ ദ്വാരങ്ങളിലൂടെയാണല്ലോ അവസാനത്തെ റൂഹ് വിട്ടുപിരിയുന്നത്. അപ്പൊ അവന്റെ ആ നോട്ടം, സ്വാലിഹ്യങ്ങളായിരിക്കുന്ന ആളുകൾ സ്വർഗം കൊണ്ടായിരിക്കും. അവസാനത്ത് ഭയാനകമായ അന്തരീക്ഷത്തിൽ മരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഖബർ ജീവിതവും ഒക്കെ യൗമുൽ ഖിയാമ വരെയുള്ള ആ കാലങ്ങൾ വരെയാണോ എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. ഇത്ര മാത്രം. അസ്സലാമു അലൈക്കും. അതില് കണ്ണ് പിന്തുടരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ മുഅ്മിനീങ്ങളാണെങ്കിലും കാഫിറുകളാണെങ്കിലും ഈ റൂഹ് മലക്കുകൾ അസ്രായിൽ അലൈഹിസ്സലാമിൽ നിന്നിട്ടും ഏറ്റെടുത്ത മലക്കുകൾ കൈമാറി പോകുന്നത്, ഇത് പോകുന്നത് എങ്ങോട്ടാണെന്ന് നോക്കി ഇങ്ങനെ അതിനെ പിന്തുടരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ അവസ്ഥയൊക്കെ അത് മനസ്സിലാക്കേണ്ട മറ്റൊന്നുണ്ട്. ഈ ഖബറിലുള്ള സ്വർഗീയ അവസ്ഥ മുഅ്മിനീങ്ങൾക്ക് ഫാസിഖീങ്ങളും കാഫിരീങ്ങളുമായ ആളുകൾക്കുള്ള ശിക്ഷയും നരകീയ അവസ്ഥയുമൊക്കെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നാമത്തെ ഊത്ത് ഊതുന്നത് വരെ ഖബറിൽ ഉണ്ടായിരിക്കുള്ളൂ. ഒന്നാമത്തെ ഊത്ത് ഊതുന്നത് വരെയുള്ളൂ. അതോടുകൂടി എല്ലാം സൈലന്റാ. കാരണം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് അതിന് പിന്നീട് നമുക്ക് വരും, കുറച്ച് താമസിച്ചിട്ട് വരും ആ ഭാഗം. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ അനുസരിച്ചിട്ട് ഇസ്രാഫീൽ ഇന്ന് സ്വർഗവും നരകവും ഒക്കെ അല്ലാഹു തആല പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ ഊത്തിൽ നശിക്കുന്ന കൂട്ടത്തിൽ സ്വർഗവും നരകവും ഉൾപ്പെടെ നശിക്കും. അപ്പൊ ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞാൽ മൊത്തം നിശ്ചലാവസ്ഥയാണ്. പിന്നെ രണ്ടാമത്തെ ഊത്തിന്റെ വരെ ഒന്നുമില്ല. അപ്പൊ സ്വർഗാവകാശിക്കും നരകാവകാശിക്കും ഒക്കെ ഒരേ അവസ്ഥ, എല്ലാം സൈലന്റാ, ഒന്നുമില്ലാത്തൊരവസ്ഥ. പിന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്ത് ഊതും. ഈ രണ്ടാമത്തെ ഊത്ത് ഊതുമ്പം രണ്ടാമതൊക്കെ ജീവൻ വെച്ച് ഉയർത്തെഴുന്നേൽക്കും. അത് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പറയുന്നവർക്ക് വിശദീകരിക്കേണ്ട കാര്യമാണ്. 40 കൊല്ലം അങ്ങനെ നിൽക്കും. ഏത് 40 കൊല്ലം എന്നൊന്നും ചോദിക്കരുത്, ഹദീസിൽ അങ്ങനെയുള്ളത്. 40 കൊല്ലം ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞിട്ട് നിശ്ചലാവസ്ഥയിലുണ്ടാവും. അത് കഴിഞ്ഞ് ഇത് അവസാനിച്ച് പുനഃസൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഈ ലോകത്ത് വ്യാപകമായ ഒരു മഴ വർഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മൊത്തം ഒരു മഴ. ഈ മഴയിൽ ഭൂമി കുതിർന്ന് മരിച്ച് മണ്ണോട് ചേർന്ന ഈ ജഡങ്ങളെല്ലാം പുനഃസൃഷ്ടിക്കപ്പെടും. ജീവനില്ല. എല്ലാ ജീവജാലം, മനുഷ്യൻ മാത്രമല്ല, ഈ ഭൂമിക്ക് മുകളിൽ ജീവിച്ച് മരിച്ചുപോയ എല്ലാ ജീവജാലങ്ങളും ഈ മഴ വർഷിച്ച് ഭൂമി കുതിർന്നതോടുകൂടി ശരീരങ്ങളെല്ലാം പുനഃസൃഷ്ടിക്കപ്പെടും. പുനഃസൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ ജീവിപ്പിക്കുകയും എന്നിട്ട് സൂറിൽ രണ്ടാമത് ഊതാൻ കൽപ്പിക്കുകയും ചെയ്യും. മലക്കുകളും മരിക്കാനെന്ന്, മലക്കുകളും മരിക്കും. ആ ഭാഗം നമ്മൾ എത്തിയിട്ടില്ല. മലക്കുകളും ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ ഊത്തോടു കൂടി മരിക്കുകയാണ്. അതുവരെ അവർക്ക് മരണമില്ല. എന്നിട്ട് രണ്ടാമത്തെ ഊത്ത് ഊതുമ്പോൾ മരണപ്പെട്ട എല്ലാ ജീവജാലങ്ങളുടെയും റൂഹുകൾ ഈ ശരീരങ്ങളിലേക്ക് തിരിച്ചു പ്രവേശിക്കും. അപ്പൊ ഒരു നിലക്കുള്ള അവ്യക്തതയോ തെറ്റിദ്ധാരണയോ കൺഫ്യൂഷനോ ഇല്ല. നേരെ അതാതിന്റെ ജഡത്തിൽ പോയിട്ട് ഈ റൂഹുകൾ പ്രവേശിക്കും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് പുറത്ത് യാത്ര പോയി തിരിച്ച് തന്റെ വീട്ടിലേക്ക് കയറി വരുന്നത് പോലെ, യാതൊരു സംശയവും ഇല്ലാതെ തന്റെ വീട്ടിലേക്ക് കയറി വരുന്നത് പോലെ ഈ ശരീരത്തിലേക്ക് കയറി പ്രവേശിക്കും. ഈ പ്രവേശിച്ച് ഉണർന്നെഴുന്നേൽക്കുമ്പോ ഈ
കാഫിറുകളും തമ്മാടികളുമായ ആളുകൾക്ക് അനുഭവപ്പെടുന്നത് ഈ ഒന്നാമത്തെ ഊത്ത് മുതൽ രണ്ടാമത്തെ ഊത്ത് വരെയുള്ള സമയം ശാന്തമായ അവസ്ഥയാണല്ലോ. ഇപ്പൊ നല്ല ഉറക്കിലീനു ആരോ വിളിച്ചുണർത്തിയതുപോലെ. ഇപ്പൊ ചില ആളുകൾ ഉണ്ടാവും രാത്രി ഇങ്ങനെ ഈ സിനിമ കണ്ടിട്ടും മറ്റുമായിട്ട് ഉറക്കൊഴിച്ച് 1 മണി 2 മണി വരെയൊക്കെ കടന്നുറങ്ങല്. എന്നിട്ട് സുബൈക്ക് വിളിച്ചാലുണ്ട് ഒരു വല്ലാത്ത പിരാക്കം എന്നതുപോലെ ഇവർ പറയുന്നതായിട്ട് യാസീൻ സൂറയിൽ പറയുന്നതാണ് മം ബഅസനാ മിൻ മർഖദിനാ. അത് ഈ പറയുന്ന തമ്മാടികളും കാഫിറുകളുമായ ആളുകൾ രണ്ടാമത്തെ ഊതുമ്പോ പറയുന്ന വാക്കാ. ജീവൻ വെച്ചുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ ഹൈ മം ബഅസനാ മിൻ മർഖദിനാ, നമ്മൾ ഉറങ്ങിയിട്ട് സ്വസ്ഥമായിട്ടൊന്ന് ആനപ്പ ഈ ഉറക്കുന്ന് വിളിച്ചുണർത്തിയത്. അപ്പൊ അവർക്ക് തോന്നുകയാണ് ഉറങ്ങണോർത്തുനിന്ന് ഉറക്ക് കഴിയണതിന്റെ മുമ്പ് വിളിച്ചുണർത്തിയേക്ക്, ഒരു അസ്വസ്ഥത. അപ്പോ കൂട്ടത്തിൽ മോമിനീങ്ങളും സ്വാലിഹീങ്ങളും അവിടെ ഉണ്ടല്ലോ, അവരുടനെ അതിന് മറുപടി പറയും ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. അതുകൊണ്ട് തന്നെ അവിടെ ഓതുന്നോരെല്ലാവരും ശ്രദ്ധിക്കണം. യാസീൻ അങ്ങനെ അടിച്ചു വീശി പോയിട്ട് മമ്പായസനാമർക്ക് ഹാദാ മാ വഅദർ റഹ്മാൻ അങ്ങനെ ഓതാൻ പാടില്ല. രണ്ട് കൗമിന്റെ 2 ടീമുമായിട്ട് നടക്കുന്ന സംഭാഷണം, ഒരാളുടെ ചോദ്യവും മറ്റേ ഉത്തരവാ. മമ്പായസനാ മിൻ മർഖദിനാ, ഞങ്ങൾ ഈ ഉറങ്ങുന്ന ഉറക്ക സ്ഥലത്ത് ആരെയപ്പോ നമ്മൾ വിളിച്ചുണർത്തിയത് എന്ന് അസ്വസ്ഥതയോടെ കൂടെ കാഫിറുകളും ഫാസിഖീങ്ങളും പറയുമ്പോ സ്വാലിഹീങ്ങളായ മോമിനീങ്ങൾ പറയും ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇത് ഉറക്കുന്ന വിളിച്ചുണക്കല്ല കൂട്ടരെ, ഹാദാ ഇത് മാ വഅദർ റഹ്മാൻ, റഹ്മാനായ റബ്ബ് മണ്ട് പറഞ്ഞ വാക്കാണ്. മരിച്ചവരെ രണ്ടാമത് അള്ളാഹ് ഉദ്ദേശിക്കുന്ന സമയത്ത് പുനർജീവിപ്പിക്കും എന്ന് പറഞ്ഞ അതാണ്, ഉറക്കത്തുനിന്ന് വിളിച്ചുണർത്തിയല്ല. വസദഖൽ മുർസലൂൻ, ഇതൊക്കെ സത്യമായി നമ്മൾ മുർസലീങ്ങൾ നമ്മളോട് പറഞ്ഞെന്നിനി, നിങ്ങൾ തോന്നിയാസികളായി ജീവിച്ചിട്ടല്ലേ. അപ്പൊ അതുവരെയുള്ള ഒരു സമയം, ഒന്നാമത്തെ ഊത്ത് വരെയാണ് ഖബറിലുള്ള ശിക്ഷാരക്ഷകൾ അനുഭവപ്പെടുന്നത്. രണ്ടാമത്തെ ഊത്തിന്റെയും ഒന്നാമത്തെ ഊത്തിന്റെയും ഇടയിലുള്ള അവസ്ഥ നിശ്ചലാവസ്ഥയാണ്. അവിടെ സ്വർഗനരക അനുഭവങ്ങളില്ല. രണ്ടാമത്തെ ഊത്ത് ഉറക്കി നോണരും പോലെ എല്ലാവരും എഴുന്നേൽക്കുകയാണ്. ഓക്കെ.